ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരെ കണ്ടെത്തുക എന്ന വലിയ ദൗത്യം കൂടി വിജയകരമായി എം.ടി. വാസുദേവൻ നായർ നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായി മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന പോലെ തന്നെ അദ്ദേഹം ഒരു കൂട്ടം എഴുത്തുകാരെ, ഇവിടെ ശ്രീ പി കെ രാജശേഖരൻ ഉപയോഗിച്ച വാക്കനുസരിച്ചാണെങ്കിൽ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഒരു മാതൃകയാണ്? ആഴ്ചപ്പതിപ്പിൻ്റെ ജോലി നിർവഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അത്ഭുതത്തോടെ വിചാരിക്കുന്ന ഒന്നാണ്. കാരണം മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ഒരു വലിയ നിര എഴുത്തുകാർ തങ്ങൾ എഴുതുന്ന കഥയോ കവിതയോ നോവലോ ആദ്യം അയക്കുന്ന പ്രസിദ്ധീകരണം മാതൃഭൂമിയാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു കഥയോ രണ്ട് കവിതയോ ഒരു നോവൽ കിട്ടിയാൽ ഒരു വർഷത്തേക്ക് ഒരു നോവലോ മതി. എന്നാൽ നമ്മുടെ കൈവശം വന്നു ചേരുന്ന കൃതികളുടെ ബാഹുല്യം അമ്പരപ്പിക്കുന്നതാണ്. അതിൽ പകുതിയിലധികവും തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടേതാണെന്നാണ് ഒരു കാര്യം. അപ്പോൾ അവരെഴുതുന്ന പ്രധാന കൃതികൾ അതാത് സമയങ്ങളിൽ കൊടുക്കുന്ന ഒരാൾക്ക് പുതിയ കാലത്തിൻ്റെ എഴുത്തിനെ കണ്ടെത്തുകയും അതിനെ കൃത്യമായി ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരോടൊപ്പം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. കാരണം അതിൻ്റെ സ്ഥലപരിമിതി മാത്രമല്ല, സമയപരിമിതി കൂടി ഒരു പ്രധാന ഘടകമാണ്. ഇത്രയധികം പേജുകൾ വായിക്കുക എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ വലിയ വായനയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സാങ്കേതിക സൗകര്യങ്ങളോ അത്ര പുഷ്കലമായിട്ടില്ലാത്ത ഒരു പഴയ കാലത്ത് ഇരുന്നുകൊണ്ട് അന്നത്തെ അതിഗംഭീരന്മാരായ എഴുത്തുകാരുടെ കൃതികൾ നൽകുന്നതിനോടൊപ്പം തന്നെ പുതിയ ആളുകളെ കൈപിടിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ ശുഷ്കാന്തിയും അതിലെ ആ കൃതഹസ്തതയും മാനിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ എഴുത്തുകാർ, ഇപ്പോൾ മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം എന്ന് പറയുന്ന നോവൽ ഇപ്പോഴെടുത്ത് വായിച്ചാലും നമ്മൾ ശീലിച്ച വ്യത്യസ്തങ്ങളായ ഭാവുകത്വങ്ങളുമായിട്ട് സെൻസിബിലിറ്റികളുമായിട്ട് ഇണങ്ങാത്ത പലതും അതിലിപ്പോഴും നവീനമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് അന്നത്തെ കാലത്ത് എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് കൃത്യമായി കണ്ടെത്തുവാനും രാജശേഖരൻ പറഞ്ഞ പോലെ ഇൻവെൻറ്റ് ചെയ്യുവാനും അതിനെ കൃത്യമായിട്ട് സ്ഥാപിക്കുവാനും അദ്ദേഹം കാണിച്ച ഒരു കാര്യപ്രാപ്തി എന്ന് തന്നെ പറയണം. ഒരു പത്രാധിപരാകുമ്പോൾ അതിനൊരു കാര്യപ്രാപ്തി എന്ന് തന്നെ പറയണം. അത് അത്ഭുതാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അനുകരിക്കുക എന്നുള്ളത് എത്ര കണ്ട് കരണീയമാണ് എന്ന് എനിക്കറിയില്ല പുതിയ കാലത്ത്. കാരണം പുതിയ കാലത്ത് ഈ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി ധാരാളമായി എഴുത്തുകാരുണ്ടാവുന്നു. പഴയ കാലത്ത് എഴുതണം എന്ന തിക്കുമുട്ടലുള്ള ആളുകൾ മാത്രമാണ് എഴുതിയിരുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് എല്ലാവരും എഴുത്തുകാരാവുന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്, അതിൻ്റെ ജനാധിപത്യവൽക്കരണമാണ് എന്ന് നമുക്കറിയാമെങ്കിലും അതിൽ നിന്ന് ഏറ്റവും പ്രകാശമുള്ള രത്നങ്ങളെ കണ്ടെടുത്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് അദ്ദേഹം അക്കാലത്ത് എല്ലാ കാലത്തേക്കുമുള്ള പത്രാധിപന്മാർക്ക് മാതൃകയാവും വിധം അക്കാലത്ത് അത് നിർവഹിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ നമുക്ക് മാനിക്കാതെ വയ്യ.